വിഴിഞ്ഞം ആ ഡീഡയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 2 തുറമുഖത്തിന്റെ കമ്മീഷനിങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കുന്നു. അതിനുള്ള തയ്യാറെടുപ്പുകൾ അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് വിസിലിന്റെ MD, വിഴിഞ്ഞം തുറമുഖ കമ്പനിയുടെ MD ആയ ദിവ്യ എസ് അയ്യർ ഇന്ന് പ്രതികരിച്ചത്. ഇതിനകം തന്നെ 300ഓളം, അപ്പോൾ ഈ മെയ് 2 ആകുമ്പോൾ 300ഓളം കപ്പലുകളും 6 ലക്ഷം TEU കണ്ടെയ്നറുകളും കൈകാര്യം ചെയ്യുന്ന തുറമുഖമായിട്ട് ചരിത്രം രേഖപ്പെടുത്തി വിഴിഞ്ഞം കുതിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം ഇപ്പോൾ തന്നെ ഈ പറയുന്ന ഏപ്രിൽ മാസം 19 പിന്നിടുമ്പോൾ തന്നെ മെയ് 2 മുമ്പായിട്ട് തന്നെ ഇപ്പോൾ 269 കപ്പലുകൾ കഴിഞ്ഞ ട്രയൽ റൺ തുടങ്ങിയ ജൂലൈ മുതൽ ബിസിനസ് ഓപ്പറേഷൻസ്, കൊമേഴ്സ്യൽ ഓപ്പറേഷൻ തുടങ്ങിയ ഡിസംബർ 2 കടന്ന് ഇതുവരെ എത്തി നിൽക്കുമ്പോൾ 8 മാസത്തോളം സമയം കൊണ്ട് 269 മദർഷിപ്പുകളും ചെറുകപ്പലുകൾ, ഫീഡർ വെസലുകളുമായിട്ട് വന്നിരിക്കുന്നു വിഴിഞ്ഞത്ത് ഇന്നോടുകൂടി. അതായത് ഈ ഏപ്രിൽ മാസം മാത്രം 27 കപ്പലുകൾ, മദർ വെസലുകളും ഫീഡർ വെസലുകളും ഉൾപ്പെടെ വന്നു പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പൊ തന്നെ 5.5 ലക്ഷം കണ്ടെയ്നറുകൾ, TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. അപ്പോൾ ദിവ്യസേർ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വർഷം 10 ലക്ഷം TEU കണ്ടെയ്നറുകൾ എന്ന റെക്കോർഡ് ഈ വർഷം തന്നെ വിഴിഞ്ഞം കൈവരിക്കും, തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ തന്നെ കൈവരിക്കും എന്നാണ് വിസിലിന്റെ MD വ്യക്തമാക്കുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ ചില ആശങ്കകൾ പല യൂട്യൂബ് ചാനലുകളും അതുപോലെ മാധ്യമങ്ങളും പങ്കുവെക്കുന്നുണ്ട്. കമ്മീഷനിങ് നടക്കുന്നെങ്കിലും കാർഗോ ഗേറ്റ് വേ റെഡിയാകുമ്പോൾ ചരക്ക് ഗതാഗതം കരമാർഗമുള്ളത് അതെന്താവും, അതൊരാശങ്കയല്ലേ? പക്ഷേ കാര്യങ്ങൾ ഒരു ക്രമത്തിൽ, ഒരു വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ഈ റോഡ് കണക്ടിവിറ്റിയിൽ ദേശീയപാതയുമായി കണക്ട് ചെയ്യപ്പെടുന്ന 100-200 മീറ്ററിനകത്തുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഇനി പരിഹരിക്കാനുള്ളത്. അത് ദേശീയപാത അതോറിറ്റി, നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ഇതിനകത്ത് മുൻകൈ എടുക്കേണ്ടത്. അവരുടെ ഭാഗത്തുനിന്ന് യുദ്ധകാലാടിസ്ഥാനത്തിൽ ശ്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ മെയ് 2 ഉള്ളിൽ തന്നെ റോഡ് കണക്ടിവിറ്റി ദേശീയപാതയിലേക്ക് വിഴിഞ്ഞത്തുനിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതനുസരിച്ച് ചില കമ്പനികൾ, പ്രാദേശികമായിട്ട് പോലും ചില പുതിയ കമ്പനികൾ രംഗത്ത് വന്നിട്ട് കണ്ടെയ്നർ ലോറികൾ, ട്രക്കുകൾ ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് ട്രക്കുകൾ ബുക്ക് ചെയ്യുന്നത് എന്തിനാന്ന് നമുക്കറിയാം. വിഴിഞ്ഞത്ത് വരുന്ന കപ്പലുകളിൽ നിന്നും മദർ വെസലുകളിൽ നിന്നും കണ്ടെയ്നർ ഇറക്കി റോഡ് മാർഗം കൊണ്ടുപോകാനുള്ള കാര്യങ്ങളിലേക്ക്, ബിസിനസ്സിലേക്ക് ചില സ്വകാര്യ സ്ഥാപനങ്ങൾ കടന്നിരിക്കുന്നു എന്ന ഘട്ടം വരെ എത്തിയിരിക്കുന്നു. അവർ ട്രക്കുകൾ ബുക്ക് ചെയ്യാൻ വേണ്ടി അവർ പരസ്യങ്ങൾ ചെയ്തിരിക്കുന്നു ചരക്ക് നീക്കത്തിനായിട്ട്. അതിൻ്റെ അർത്ഥം വളരെ വേഗം കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാവുന്നു. ഇനി ദേശീയപാതയുമായിട്ട് കണക്ട് ചെയ്യാൻ ദേശീയപാത അതോറിറ്റി ബാക്കി തടസ്സങ്ങൾ നീക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മെയ് 2 ഇനി കമ്മീഷനിങ്ങിന് മുമ്പ് റോഡ് ഗതാഗതം തുറന്നില്ലെങ്കിൽ പോലും താൽക്കാലിക റോഡാണ് ഇപ്പോൾ ഈ വരുന്നത്, സ്ഥിരം റോഡ് അതിന് പിന്നാലെയാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും മെയ് മാസം തന്നെ നേരത്തെ തുറമുഖ മന്ത്രി VN വാസവൻ പറഞ്ഞ 4 മാസ കാലാവധിക്കുള്ളിൽ തന്നെ റോഡ് കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ റെയിൽ കണക്ടിവിറ്റിക്ക് സമയമെടുക്കും. അത് DPR, റെയിൽവേയുടെ കൊങ്കൺ റെയിൽവേ തയ്യാറാക്കിയ DPR ഇപ്പം അംഗീകരിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയുടെ കാര്യങ്ങൾ 3 വർഷം വേണം. റെയിൽപാത, തുരങ്കപാത 10 കിലോമീറ്റർ, 9.9 കിലോമീറ്റർ വരുന്ന തുരങ്കപാത ഭൂമിക്കടിയിലൂടെ തീർക്കാൻ 36 മാസമാണ് കൊങ്കൺ റെയിൽവേ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ആ വഴിക്ക് ആ സമയബന്ധിതമായിട്ട് തീരുള്ളൂ. അല്ലാതെ നാളെ റെയിൽ ഗതാഗതം ബാലരാമപുരത്തേക്ക് വിഴിഞ്ഞത്തുനിന്ന് വേണമെന്ന് നമുക്ക് നിർബന്ധിക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനേക്കാൾ മുന്നേ എത്രയും വേഗം മാസങ്ങൾക്കുള്ളിൽ തന്നെ റോഡ് ഗതാഗതം യാഥാർത്ഥ്യമാകും. കണ്ടെയ്നറുകൾ ഗേറ്റ് വേ കാർഗോ കടന്നിട്ട് റോഡ് മാർഗം കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തേക്കും കേരളത്തിലും പോകുന്ന കാലം വിദൂരമല്ല. അപ്പം വിഴിഞ്ഞം മുന്നോട്ട് തന്നെ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക, പ്രതീക്ഷിക്കുക. അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, വികസനത്തിനെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോഴും സംശയങ്ങൾ ഓരോരുത്തർക്ക് ഓരോ മൂലക്കിരുന്ന് പറയുന്നുണ്ട്. റോഡായില്ലല്ലോ, പിന്നെ എങ്ങനെ മെയ് 2 കമ്മീഷൻ ചെയ്താലും ഇതൊരു നാടിന് സമർപ്പിക്കുന്ന പദ്ധതിയാകുമോ, ഇത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്ന പദ്ധതിയാകുമോ? കമ്മീഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രവർത്തന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞിട്ടാണല്ലോ അത് പൊതുവായിട്ട് സമർപ്പിക്കുന്നത് രാജ്യത്തിന്, എന്ന് പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നത്. അപ്പം ഇതിനെയൊക്കെ ഈ
ഓരോന്നിനെയും വലിച്ചു കീറി തുരന്ന് ഇങ്ങനെ നെഗറ്റീവ് വാർത്തകൾ മാത്രം ഉണ്ടാക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. നിങ്ങൾ പോസിറ്റീവ് വാർത്തകൾ കൊടുക്കാൻ ശ്രമിക്കൂ. നെഗറ്റീവ് വാർത്തകൾ പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം, ഒരു തെറ്റുമില്ല. പക്ഷേ ഞങ്ങൾ നെഗറ്റീവ് വാർത്തകൾ മാത്രമേ കൊടുക്കൂ എന്നൊക്കെ അങ്ങ് വാശി പിടിക്കുന്ന സമീപനം വികസനോന്മുഖ ജേർണലിസത്തിന് അതത്ര ഭൂഷണമല്ല. അത് മാധ്യമങ്ങൾ അത് തിരിച്ചറിയേണ്ടതുണ്ട്. വിമർശിക്കാം, കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാം. കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എപ്പോഴും ആവശ്യമാണ്. ദ പോർട്ട് ഓഫ് ട്രിവാൻഡ്രം അറ്റ് വിഴിഞ്ഞം നമ്മളെ കൺസ്ട്രക്റ്റീവ് ജേർണലിസത്തിൻ്റെ ഒരു കേസ് സ്റ്റഡി, ഒരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നു. ഇപ്പറയുന്ന വിവാദങ്ങളൊക്കെ അതിനൊരു ബലം നൽകട്ടെ. നമുക്കെങ്ങനെ ചിന്തിക്കണം, നമുക്കെങ്ങനെ വികസന പരിപ്രേക്ഷ്യം ഉണ്ടാക്കണം, നമുക്കെങ്ങനെ വൻകിട പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും, വിഴിഞ്ഞം പോലെ ഇനിയും കപ്പൽ നിർമ്മാണശാല ഉൾപ്പെടെ എന്നൊക്കെ ചിന്തിക്കാൻ നമുക്ക് നമ്മുടെ പുതിയ തലമുറയെയും ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ജേർണലിസം, മാധ്യമപ്രവർത്തനം ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.